ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രസീൽ പ്രസിഡൻ്റായിട്ടുള്ള ലുല ഡാ സിൽവ ബ്രസീൽ കോച്ചായിട്ടുള്ള ആൻസെലോട്ടിയെ കുറിച്ചിട്ട് ഒരു കാര്യം വ്യക്തമാക്കുന്നു. അതാണെന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളിലേക്ക് ഒരു ചെറിയൊരു റിക്വസ്റ്റ് തരികയാണ്. വേറൊന്നുമല്ല, എനിക്ക് പനിയും ജലദോഷവും കഫം കെട്ടും അങ്ങനെ എന്തൊക്കെ വരാൻ പറ്റുമോ അതൊക്കെ വന്ന് ഒരു വിധമായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു അതിനൊക്കെ സുഖം പ്രാപിച്ച് കുറച്ചൊക്കെ റെഡി ആയിക്കൊണ്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ വോയിസിൽ ശബ്ദത്തിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ക്ലിയർ ആവുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അതിൽ ക്ലിയർ ആവണില്ലെങ്കിൽ അതൊന്ന് ക്ഷമിക്കുക. അതിനെപ്പം തന്നെ പറയുകയാണ്. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ഇതിൽ എഫേർട്ട് ഇട്ടുകൊണ്ട് പറയാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കിടക്കാം. ലുല ഡാ സിൽവ, ബ്രസീൽ പ്രസിഡൻ്റായിട്ടുള്ള ലുല ഡാ സിൽവ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ആൻസെലോട്ടിയെ കുറിച്ചിട്ടൊരു കാര്യം വ്യക്തമാക്കുകയാണ്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ആൻസെലോട്ടി കളിക്കാരെ തിരഞ്ഞെടുക്കുന്നത് പേരും പ്രശസ്തിയും നോക്കിയല്ല, 100% കായികക്ഷമതയും കഴിവും ഉള്ളവർക്ക് മാത്രമേ ലോകകപ്പ് ടീമിൽ ഇടമുണ്ടാകൂ എന്നാണ് ലുല ഡാ സിൽവ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളോട് ഞാൻ 100% യോജിക്കുകയാണ്. കാരണം നമുക്കറിയാം, ആൻസെലോട്ടി എന്ന് പറയുന്ന കോച്ച്, അദ്ദേഹം ഒരിക്കലും എൻ്റെ ടീമിൽ ഫേമസ് ആയവർ വേണം, എൻ്റെ ടീമിൽ അവർ വേണം, ഇവർ വേണം, അങ്ങനെയൊന്നും നോക്കലില്ല പൊതുവെ. ഞാൻ അദ്ദേഹത്തിൻ്റെ കളിയൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ അത് പറയുന്നത്. കാരണം അദ്ദേഹം നോക്കുന്നു പറയുന്നത് ടീമിലത്തെ പ്ലേയേഴ്സ് കംഫർട്ടാണ്. അതായത് ടീമിലെ പ്ലേയേഴ്സ് ഫിറ്റ്നസ് കൊണ്ടും കളിക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളവരാണോ അവരെ മാത്രമേ നമ്മൾ നോക്കലുള്ളൂ. കാരണം നമുക്ക് തന്നെ അറിയാം, പല ടൈമിലും നെയ്മറിനെ സർജറിയൊക്കെ കഴിഞ്ഞ് വരുന്ന നെയ്മറിനെ പലതിലും എടുക്കാറില്ല മൂപ്പർ അത്രക്കും നെയ്മറെ പോലെ, അതായത് ബ്രസീലിൻ്റെ ഏറ്റവും വലിയ കണ്ണിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്രസീലിൻ്റെ ഏറ്റവും വലിയ കണ്ണിയായിട്ടുള്ള നെയ്മറെ പോലും അദ്ദേഹം ഫിറ്റ്നസ്, അതായത് അദ്ദേഹം നെയ്മർ സെറ്റാണോ എന്ന് നോക്കിയിട്ടാണ് അദ്ദേഹം അത്രക്കും നോക്കൽ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ലുല ഡാ സിൽവ ആൻസെലോട്ടിയെ പറ്റി പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ 100%, 100% 101% ശരിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ പറയണമെന്നുണ്ട്, ബട്ട് വയ്ക്കുന്നില്ല. എന്നാലും ഇങ്ങനൊരു ഇത് വന്നപ്പോൾ പറയണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ വോയിസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരാഴ്ചൻ്റെ ഉള്ളിൽ റെഡി ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളെ മറുപടി താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.